ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ഒരു അടിപൊളി കോംബോയാണ് നല്ല പൂ പോലത്തെ വെള്ളപ്പവും പിന്നെ മുട്ട റോസ്റ്റും. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി കേട്ടോ. അപ്പോൾ ഇതിൽ മുട്ട റോസ്റ്റാണ് നമ്മുടെ മെയിൻ ആളെന്ന് പറയുന്നത്. അതിക്ക് വേണ്ട ആൾക്കാരെയൊക്കെ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. 4 മുട്ട ഉണ്ട്. അപ്പോൾ അത് ഞാൻ ചട്ടിയിൽ വെച്ച് പുഴുങ്ങാൻ വേണ്ടി ഒരു മൺചട്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം അതിക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒന്ന് നല്ല നാടനായിട്ട് നമ്മൾ കുഞ്ഞു കല്ലിൽ ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ നല്ല സവാള നൈസായിട്ട് അരിഞ്ഞതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഐറ്റംസൊക്കെ ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചത് കാണിക്കാം. 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 3 സവാള എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ട്, പച്ചമുളക് ചതച്ചതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്, പിന്നെ കറിവേപ്പില, മല്ലിയിലയും കറിവേപ്പില കേട്ടോ. പിന്നെ അതിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും ആൾക്കാരും മസാലയായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാരും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഉള്ളി വഴറ്റിയെടുത്തിട്ട് അതിൽ ഒരു കറിവേപ്പില തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴണ്ട് സെറ്റായി വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതൊന്ന് റെഡിയായി വന്നതിന് ശേഷം നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വാട്ടി വെച്ചിട്ടുള്ള ഉള്ളിയിലോട്ട് കേട്ടോ. നേരത്തെ കാണിച്ചില്ലേ ഒരു പ്ലേറ്റിലുള്ള അത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി ഇവരൊന്ന് വേവാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം. ഇത് വേവായതിന് ശേഷം നമുക്കത് തുറന്നിട്ട് ബാക്കി മസാലക്കൂട്ടുകളും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് വേവ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഈ ആൾക്കാരൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇത് നോക്കിയേ, എല്ലാ മസാലയും എല്ലാം ചേർന്ന് നല്ല അടിപൊളിയായിട്ട് അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ മസാലക്കൂട്ടെന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ ടേസ്റ്റും രുചിയും മണവും ഒക്കെ തരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് ഗ്രേവി ടൈപ്പ് ആക്കണമല്ലോ. നമ്മൾ വെള്ളപ്പത്തിക്കും അല്ലെങ്കിൽ ചപ്പാത്തിക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കത് ഗ്രേവി ടൈപ്പ് ആയിട്ടുള്ളതായിരിക്കും എപ്പോഴും രസം ഉണ്ടാവും, നമുക്ക് ഒപ്പി കഴിക്കാനൊക്കെ. അപ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്നുകൂടെ അടച്ചു വെച്ച് ഒന്ന് തിള വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ഇനി ഇത് തിള വന്നതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ദേ ഓരോന്നായിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. നല്ല ഭംഗിയുണ്ടല്ലേ തിളച്ച് കിടക്കുന്ന കറിയിൽ നല്ല വെള്ള സുന്ദരനായിട്ടുള്ള മുട്ട വെച്ചത് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി ആ മുട്ട ഒന്ന് അതിൽ കറിയിലൊക്കെ ഒന്ന് മിക്സ് ആവുന്നത് വരെ ഒന്നതൊന്ന് സെറ്റാക്കി കൊടുക്കാം. ഓവർ ഇളക്കിയിട്ടുണ്ടെങ്കിൽ മുട്ട പൊട്ടിപ്പോവും, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു, ആ മണവും ഒക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി മുട്ടക്കറി സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട വെള്ളപ്പത്തിൻ്റെ ബാക്കി റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് അത് ഉണ്ടാക്കുന്നത് മാത്രം ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഈ വീഡിയോയ്ക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല പരത്തിയെടുത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള തിന്നായിട്ടുള്ള വെള്ളപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതും മുട്ടക്കറി ആയിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്